ഇത് ആതിര് കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്നപ്പോ അവളുടെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച തൊട്ടില്ല. ഉറങ്ങാൻ നേരത്ത് ഇതിനകത്ത് കിടത്തിയാൽ മതി. ആവണിമോള് സ്കൂളിൽ നിന്ന് വരെ സമയമില്ല അമ്മ? ഇല്ലടി, കുറച്ചുകൂടെ കഴിയും. ആവണിമോള് വന്നിരുന്നെങ്കിലേ അവളിപ്പോ കുഞ്ഞിനെ എടുത്തോണ്ട് ഇവിടെ ആകെ ഓടി നടന്നേനെ. ഞാനിങ്ങോട്ട് വന്നത് മീരടുത്തേക്കൊട്ടും ഇഷ്ടമായില്ലല്ലേ ഏട്ടാ? നീ അതിപ്പോ കാര്യാക്കണ്ട. എടി, അവക്ക് കുറച്ച് പൊട്ടത്തരം കൂടുതലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അത് ചാടിക്കരങ്ങി വിശ്വസിക്കും. എന്നിട്ട് അതിന്റെ പേരിൽ കിടന്ന് ബഹളം വെക്കും. അല്ലാതെ അവക്കാരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നീ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, കുറച്ചു ദിവസം കഴിയട്ടെ, മാറിക്കോളും. പിന്നല്ലാതെ. അതെ, തൽക്കാലം നീ വിശ്രമിക്കും. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെന്നോട് പറയാൻ പഠിക്കണ്ട. നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാ പറയുന്നത്? അല്ലടി. ആ, ഞാൻ അടുക്കളോട്ടൊന്ന് ചെല്ലട്ടെ. എടി വാവേ, പോയിട്ട് വരട്ടെടി. മോളെ, ഈ സമയത്ത് ഇത്രയേറെ സംഘർഷങ്ങൾ അനുഭവിക്കാൻ സാധാരണ ഗർഭിണിയായ ഒരാൾക്ക് പറ്റില്ല. നിന്റെ വയറ്റിലെ കുഞ്ഞ് വൃന്ദാവനത്തിന്റെയും നെല്ലിശ്ശേരിയുടെയും ഐശ്വര്യം തന്നെയായിരിക്കും. അതിലെനിക്കൊരു സംശയമില്ല. ഇവിടെ നിനക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അത് ഈ ഏട്ടൻ ഉറപ്പു തരാം. മോള് റെസ്റ്റ് എടുക്ക. അച്ഛന്റെ എന്ത് കാര്യം? അച്ഛൻ എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. അച്ഛന്റെ മരുന്നൊക്കെ എടുത്തു കൊടുത്തിരുന്നത് നീയാണല്ലോ. രാത്രി കൊടുക്കേണ്ട മരുന്ന് ഏതാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ, അത് ശരി. അച്ഛൻ ഇത്രയും പ്രിയപ്പെട്ട ആളായിരുന്നിട്ടും ഇതൊന്നും അറിയത്തില്ലായിരുന്നോ? നീ വലിയ ജാടയൊന്നും കാണിക്കണ്ട. ഞാൻ മരുന്നെങ്ങാനും മാറിക്കൊടുത്തി കിളവൻ ചത്തുപോയാ ശവടക്കിന് നീ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ എന്ന് ഓർത്തപ്പോ വിളിച്ചതാ. എന്തായാലും തിരിച്ചു വരും. അത് ആരുടെയെങ്കിലും ശവടക്കിനാണോ അതോ നിങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കാനാണോ എന്നുള്ളത് കണ്ടറിയാം. അതിന് നീ ഉണ്ടല്ലോ, ഇനി ഒരു ജന്മം കൂടെ ജനിക്കണം. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ മരുന്ന് പറഞ്ഞതാ. ഇല്ലെങ്കിൽ ഞാനിതെല്ലാം കൂടെ അവളുടെ അണ്ണാക്കിലിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കും. ഇയാള് ചത്താലും ജീവിച്ചാലും എനിക്കൊരു പുല്ലുമില്ല. എന്റെ ഫോൺ റെക്കോർഡിങ്ങില് ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നാളെ അച്ഛൻ എന്തെങ്കിലും പറ്റിയ ഇത് കോടതിയിൽ കൊടുക്കാനുള്ള തെളിവാവും. നീ മര്യാദയ്ക്ക് അത് പറയുന്നുണ്ടോ? ആ കട്ടിലിന്റെ സൈഡ് ടേബിൾ ഡ്രോയില് ഞാനെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അത് നോക്കി എടുത്തു കൊടുത്താൽ മതി. ഓ ശരി. ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് കാണോ? ആ, എന്തെങ്കിലും ആവട്ടെ. മോളെ, കുഞ്ഞെന്തിയമ്മ? അവൾ അനൂപിന്റെ അടുത്തുണ്ട്. മോള് സച്ചിയെ വിളിച്ചായിരുന്നോ? ഇല്ല, എന്നോടിപ്പോ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അത് പിന്നെ ആരായാലും ദേഷ്യം വരില്ലേ മോളെ? ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ അതൊരു രാത്രിക്കപ്പുറം പോവരുത്.
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് വലുതാക്കുകയും ചെയ്യരുത്. ചെറിയ കാരണങ്ങൾ കൊണ്ടുപോലും ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകൾ അത് വളരാൻ അനുവദിച്ചാൽ പിന്നെ അതൊരിക്കലും കൂട്ടിയാൽ കൂടില്ല. ജീവിതകാലം മുഴുവൻ ആ മുറിവിന്റെ വേദന മാറുകയില്ല. വാശി പിടിക്കാം, വഴക്കം ഉണ്ടാക്കാം, പക്ഷെ എല്ലാത്തിനൊരു പരിധിയുണ്ട്. അതെന്റെ മോക്ക് ഓർമ്മ വേണം. മോളെ, നിന്റെ കഴുത്തേ കിടക്കുന്ന ഈ താലിയും വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞും അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അത് സച്ചിക്ക് കൂടെ അവകാശപ്പെട്ടത്. അമ്മ പറഞ്ഞേ ഉള്ളൂ. മോള് ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി.